നമസ്കാരം പ്രേക്ഷകരെ, ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്ന ബസൂക്ക എന്ന ചിത്രത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ ഷോ 9 മണിക്ക് തന്നെ ആരംഭിച്ചു. ആ ഷോ തന്നെ പോയി കാണുകയും ചെയ്തു. ഗൗതം മേനോനും ഐശ്വര്യ മേനോനും ഹക്കീം ഷായൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ വരിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ് ഹാഫ് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ലാഗ് തോന്നാം, ചിലപ്പോൾ ഓക്കേഷ് ആയിട്ട് തോന്നാം. സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ഏകദേശം അവസാനത്തെ ഒരു അരമണിക്കൂർ വരെ നിങ്ങൾക്ക് ഈ കഥ ഇത് എങ്ങോട്ടാണ് പോകണം, നമ്മൾ വിചാരിക്കുന്നത് പോലെയാണല്ലോ ഈ കഥ അവസാനിക്കുന്നതെന്ന് തോന്നാം. പക്ഷേ അവസാനത്തെ ഒരു 30 മിനിറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ സിനിമ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ബസൂക്ക ഒറ്റ വരിയിൽ പറയാനുള്ളത്. എന്നിലെ പ്രേക്ഷകനാണ് തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടർ അടിച്ചിരുന്ന് പോയിട്ടുണ്ടാവും, ചിലർക്ക് കത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിലെ പ്രേക്ഷകന് അവസാനത്തെ 30 മിനിറ്റ് തന്നൊരു ഹൈ ഈ അടുത്തിടയ്ക്കൊന്നും പല സിനിമയ്ക്കും കിട്ടാത്തൊരു ഹൈ ആണ് കിട്ടിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും പ്രധാനമായിട്ട് ഈ സിനിമയുടെ മേക്കിങ്ങിനെ പറ്റിയാണ്. ഒരു നവാഗത സംവിധായകനായ ഡീനോ ഡെന്നിസിൻ്റെ മേക്കിങ്ങിൽ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. അത് ഈ ഹെലിക്യാം ഷോട്ട്സ് കൊണ്ട് മാത്രമല്ല, സ്ലോ മോഷൻ ഷോട്ട്സ് ആയിക്കോട്ടെ, മമ്മൂക്കയെ സ്റ്റൈലിഷായി ഓരോ ഫ്രെയിമിലും ഇഞ്ച് ബൈ ഇഞ്ച്, ഫ്രെയിം ബൈ ഫ്രെയിം ആ മനുഷ്യനെ സ്റ്റൈലിഷായി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കാം ഡീനോ ഡെന്നിസ് എന്ന ഫാൻ ബോയിൽ നിന്ന് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആ ഒരു എല്ലാ ഷോട്ടിലും ഉണ്ടായിരുന്നു. മമ്മൂക്ക ഒരു വെള്ള ഷർട്ട് ഇട്ട് ഒരു നോർമൽ ഗ്ലാസ്സസിൽ വന്നാൽ പോലും, അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഒരു സൺ ഗ്ലാസസ് വെച്ച് മമ്മൂക്ക കോട്ടിട്ട് വരുമ്പോൾ പോലും കിട്ടുന്ന അതേ സ്വാഗ് സ്റ്റൈല് ഓരോ ഫ്രെയിമിലും ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു മമ്മൂക്കയെ കാണാൻ ഒരു വളരെ സന്തോഷം തോന്നി. ഈ സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ വലിയ പ്രസ് മീറ്റുകളിലൊന്നും മമ്മൂക്ക പങ്കെടുത്തിരുന്നില്ല. മമ്മൂക്കയുടെ ഒരു FB പോസ്റ്റായിരുന്നു വന്നിരുന്നത്. അത് സാധാരണയായി മമ്മൂക്ക ഈ സൈസ് ഏറ്റെടുക്കാത്തതാണല്ലോ എന്നൊക്കെ ആരാധകരുടെ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഡീനോ ഡെന്നിസ് ആണ്, ഇദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തത്, എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു, ഇനി നിങ്ങളുടെ കയ്യിലേക്കാണെന്ന് മമ്മൂക്ക ഒരു FB പോസ്റ്റ് എടുക്കുകയാണ്. പ്രസ് മീറ്റുകളൊന്നും പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ സാധാരണ എല്ലാ സിനിമകൾക്കും മമ്മൂക്ക നേരിട്ടെത്തി പ്രസ് മീറ്റുകളിലും ഇൻ്റർവ്യൂകളിലൊക്കെ നൽകുന്നതാണ്. ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. എന്താണ് കാരണമെന്നും അറിയത്തുമില്ല. എന്തായാലും ഊഹാപോഹങ്ങളായ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നതുമില്ല. പക്ഷേ എന്തായാലും ഈ സിനിമ ഒരു മമ്മൂക്ക ഫാനാണ് നിങ്ങളെങ്കിൽ ഒരു ഗംഭീര ട്രീറ്റാണ് നിങ്ങൾക്ക്. അതായത് സ്റ്റൈലിഷായി നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ മമ്മൂക്കയെ കാണണോ, നിങ്ങൾക്ക് ജാക്കറ്റ് ഇട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് കാണണോ, ഒരു സിമ്പിൾ മനുഷ്യനെ കാണണോ, എല്ലാ രീതിയിലും ഡീനോ ഡെന്നിസ് എന്ന സംവിധായകൻ മമ്മൂക്കയെ ഒപ്പിയെടുത്തിട്ടുണ്ട്. കൂടെ നിൽക്കാൻ പറ്റുന്ന നല്ല കാസ്റ്റും ഉണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് എനിക്ക് പോകുമ്പോൾ ഒരു ചെറിയ കല്ലുകടിയായിട്ട് തോന്നിയത് ഇതിൻ്റെ സംഭാഷണങ്ങളാണ്. സംഭാഷണത്തിൽ കുറച്ചൊരു അമച്വറിഷ് മോഡിലേക്ക് സംഭാഷണം മാറിയോ എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും ഹക്കീം ഷായും മമ്മൂക്കയും കൂടെ ചേർന്ന് ഒരു ഫസ്റ്റ് ഹാഫിനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ ഡ്രൈവിങ് ഒന്ന് പാളിയിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫ് കൂപ്പുകുത്തി വീണേനെ. ബട്ട് ഹക്കീം ഷായും അടിപൊളിയായിരുന്നു. ആൻഡ് ഈ മലയാള സിനിമയിലേക്ക് ഇതുപോലൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാണിച്ച ധൈര്യത്തെ പറ്റിയും കൂടി എടുത്തു പറയണം. കാരണം ഒരു ഗെയിമിംഗ് മോഡിലേക്ക് ഈ സിനിമ കൊണ്ടെത്തുന്നു, അതിൻ്റെ ഒരു സീരീസ് ഓഫ് മിസ്റ്ററി അതെല്ലാം ഗെയിമുമായി കണക്ട് ചെയ്യുന്നു. നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണുപൂട്ടി ഒരു ടിക്കറ്റ് എടുക്കാം. പക്ഷെ അല്ലാതെ ഈ ഗെയിമിനെ പറ്റി വലിയ ധാരണയില്ലാത്തവർക്കും ഈ സിനിമ വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് തന്നെ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നത് വളരെ രസകരമായിട്ട് തോന്നി. ഒരു ഗെയിമർ അല്ലാതെ പല ഗെയിമിനോടും വലിയ എക്സ്പോസ്ഡ് അല്ലാത്ത ആളുകളിലേക്കും ഈ സിനിമ എത്തുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ സംസാരിക്കുന്ന ഗെയിമുകളൊക്കെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗെയിമുകളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇത് കളിച്ചിട്ടില്ലാത്തവർക്ക് ഇതെന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ പ്രോസസ്സ് പോയിട്ടുണ്ടോ. അത് ഗംഭീരമായിട്ട് തോന്നി. ഗൗതം മേനോന് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ഈ ഡയലോഗ് ഡെലിവറിയിൽ ഉണ്ടാകുന്ന ഈ തമിഴ് മോഡേൺ സംസാരങ്ങളിൽ മാത്രമാണ് ഒരു ചെറിയ കല്ലുകടി ഇടയ്ക്കിടയ്ക്ക് തോന്നിയത്. എല്ലായ്പ്പോഴും തോന്നി എന്നൊക്കെ പറഞ്ഞത് കള്ളമായിപ്പോൾ. പക്ഷേ ഗൗതം മേനോനും അടിപൊളിയായിട്ട് ചെയ്തു. ഹക്കീം ഷായും വളരെ രസകരമായിട്ട് തന്നെ മമ്മൂക്കയ്ക്കൊപ്പം സ്ക്രീൻ സ്പേസ് ചെയ്യുന്നു. പക്ഷേ തലയിൽ നിന്നും പോകാതെ നിൽക്കുന്ന ആ ഒരു അരമണിക്കൂർ സംഭവം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് അത് പറയേണ്ടത് എനിക്കറിയില്ല. ഡൊമിനിക് എന്ന ലേഡീസ് പേഴ്സൺ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തും അതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റ് എനിക്ക് വളരെയധികം വർക്കായതാണ്. പല പ്രേക്ഷകർക്കും അത് വർക്കായി ഇല്ല എന്നുള്ള 2 അഭിപ്രായങ്ങൾ ആ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻസിൽ വന്നു, അല്ലാതെയും അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഇതിനകത്ത് പലർക്കും, ഞാൻ പോയി തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് പോലും ഫാൻസ് എല്ലാവരും ആഘോഷത്തിലാണ്. കാരണം അവർ പറയുന്നത് വിഷു ബസൂക്ക എടുത്തു എന്നുള്ളതാണ്. ആ വാക്കുകളെ ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നുമുണ്ട്, എന്നാൽ തള്ളിക്കളയുന്നുമില്ല താനും. കാരണം മറ്റ് സിനിമകളൊക്കെ റിലീസ് ആവുന്നുണ്ടല്ലോ. ഗുഡ് ബാഡ് അഗ്ലി, ആലപ്പുഴ ജിംഖാന, മരണമാസ്, ഇതെല്ലാമാണ് റിലീസ് ചെയ്യുന്ന മറ്റ് സിനിമകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ വിധി എന്താണ് അതിനെപ്പറ്റിയുള്ള ധാരണ ഒന്നും അറിയില്ലെങ്കിൽ പോലും മമ്മൂക്ക ഫാൻസ് ഹാപ്പി ആയിരുന്നു. നമ്മൾ ആ ഫാൻസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഈ സിനിമ വർക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിലരത് വർക്കായിട്ടില്ലെങ്കിൽ പോലും വർക്കായി എന്ന് പറയും. പക്ഷേ ഇത്
100% സാറ്റിസ്ഫാക്ഷനോടുകൂടി ഫാൻസ് ഇറങ്ങി വന്നു, ന്യൂട്രൽ ഓഡിയൻസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നു, എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് ബസൂക്ക മാറി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റായി മാറുന്നത് അതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ, പ്രത്യേകിച്ച് ആ ഒരു അവസാന 15-20 മിനിറ്റ് സീറ്റിൽ പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക്, കിളി പറത്തുന്ന രീതിയിലേക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സ് കൊണ്ടെത്തിക്കുകയും അതുവരെ വിചാരിക്കാത്ത രീതിയിൽ സ്ക്രിപ്റ്റിൽ മൊത്തത്തിലൊരു യൂട്ടേണൊക്കെ അടിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ കൊണ്ടെത്തിക്കുകയായിരുന്നു. ആ സിനിമ അതിഗംഭീരമായ വർക്കായിട്ട് തന്നെ ഈ സിനിമയെ പ്ലേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരിലേക്കും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ പറ്റി പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അതിൻ്റെ നിർമ്മാതാക്കളെ പറ്റി സംസാരിക്കുമ്പോൾ പോലും തന്നെ അതിൻ്റെ ക്യാമറ ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് എടുത്തു പറയണം. റോബി വർഗീസ് രാജും നിമിഷ് രവിയും കൂടി ചേർന്നാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ഞാൻ എന്താ പറയുക, മമ്മൂക്കയെ സ്റ്റൈലിഷ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊതിച്ച് നിൽക്കുമ്പോഴാണ് ഓരോരോ ഫ്രെയിമുകൾ. മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 വർഷമായി അങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് കണ്ടിട്ട്. ടർബോയിൽ അങ്ങനെ മെഗാസ്റ്റാർ വെക്കേണ്ട എന്ന് കരുതി വൈശാഖ് ചെയ്ത ഒരു ചെറിയ സൂത്രപ്പണിയായിരുന്നു മമ്മൂക്ക വരുമ്പോൾ ഒരു മെഗാസ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാർണിവൽ മോഡൽ എടുത്തൊരു സംഭവം. പക്ഷെ അല്ലാണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നൊരു ടാഗ് ലൈൻ കണ്ടിട്ട് ഒരു 6 വർഷമായി. 6 വർഷത്തിന് ശേഷം ആ ടാഗ് ലൈൻ കാണുമ്പോൾ അതിനകത്ത് നല്ലൊരു ടൈറ്റിൽ കാർഡ് കൂടെ കൊടുത്തിട്ടുണ്ട് മമ്മൂക്കയ്ക്ക്. ഒരു പുതിയ ടൈറ്റിൽ കാർഡ് മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു ഈ സിനിമയിലൂടെ. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മമ്മൂക്കയുടെ മുഖങ്ങൾ ഇങ്ങനെ പല സിനിമകളുടെയും മിന്നിമായെന്ന് അതാണ്. എല്ലാ സിനിമകളിലും ഒന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, കാരണം അതിന് മാത്രം വേണം ഒരു 10 മിനിറ്റ് അങ്ങനെ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്താൽ പോലും. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട മമ്മൂക്കയുടെ ചില സിനിമകളിലുള്ള ആ ഒരു ഫേസ് വളരെ രസകരമായിട്ട് തോന്നി, ആ ഒരു ടൈറ്റിൽ കാർഡ് ഇൻട്രൊഡക്ഷൻ. പിന്നാലെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡീനോ ഡെന്നിസ്. പക്ഷെ അതിലോട്ട് കയറി കഴിയുമ്പോഴേക്കും പിന്നെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇത് ഈ സിനിമയുടെ ഗതി ഇങ്ങോട്ടാണ് വളരെ മിസ്റ്ററി ആയിട്ട് കൊണ്ടുപോയി അവസാനം കൊണ്ടൊരു ബ്രില്യൻ്റ് എൻഡിങ്ങിലേക്ക് ബസൂക്ക കൊണ്ടെത്തിക്കുകയാണ്. ഒരു മൈൻഡ് ഗെയിം ഒക്കെ കളിച്ചുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് തൊട്ടല്ല ട്രെയിലർ ടീസറൊക്കെ നൽകിയ ആ ഒരു ഹൈപ്പ് കാര്യങ്ങളെല്ലാം നീതീകരിക്കുന്ന രീതിയിലേക്ക് ബസൂക്ക മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഒപ്പീനിയൻ. സോ സിനിമ കണ്ട പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും 2 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾ വളരെ സ്റ്റൈലിഷായി മമ്മൂക്കയെ കാണാൻ ഓരോ സ്ക്രീനിലും മമ്മൂക്കയെ കണ്ണെടുക്കാതെ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? 2, ഒരു മികച്ച തിരക്കഥ, പ്രത്യേകിച്ചൊരു നിങ്ങളൊരു ടൈലൻ്റ് ക്ലൈമാക്സിനൊക്കെ വളരെയധികം വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇത് രണ്ടും നിങ്ങൾ മൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ബസൂക്ക കണ്ണുപൂട്ടി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. സോ അതാണ് കാണാൻ പോകുന്നവരോടും പറയാനുള്ളത്. കണ്ട പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങളും വ്യക്തമാക്കുക. താങ്ക് യു സോ മച്ച്.